അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ജാറ വ്യവസായ കേന്ദ്രങ്ങളിലൂടെ സാമ്പത്തിക ചൂഷണമാണ് നടത്തുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ജാറ വ്യവസായ കേന്ദ്രങ്ങൾ മാത്രമല്ല, ആത്മീയ മജ്‌ലിസുകളും ഇത്തരത്തിലുള്ള സാമ്പത്തിക ചൂഷണം നടത്താനുള്ള പുരോഹിതന്മാരുടെ ഏർപ്പാടുകൾ തന്നെയാണ്. പല വീഡിയോകളിൽ നമ്മൾ പല തെളിവുകളും കാണിച്ചിട്ടുണ്ട്. ജാറങ്ങൾ തന്നെ വലിയ തുകയ്ക്ക് ലേലം വിളിച്ച കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുരോഹിതന്മാർ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഒന്ന് മാത്രമാണ്, സാമ്പത്തിക ചൂഷണം. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇതിന്റെ പിന്നിലില്ല. ജാറമുണ്ട് അവിടെ സമസ്തയുണ്ട്, സമസ്തയുണ്ട് അവിടെ ജാറമുണ്ട്. ഇരട്ടവറ്റ മക്കളെ പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെയായി പുരോഹിതന്മാർ പോകുന്നത്. ജാറത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ വ്യാപകമായി പറയാറുണ്ട്. അത് ആത്മീയ മജ്‌ലിസിന്റെ പേരിലും അങ്ങനെ തന്നെയാണ്. ബായാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ സ്വലാത്ത് നഗറുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ പല കള്ളക്കഥകളും ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുമായി AP സമസ്തയിൽ ഒരു പുരോഹിതൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവിടെ ഒരു ചോദ്യം വരികയാണ്. കാന്തപുരത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ടല്ലോ, കാന്തപുരം സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരമാണ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മുസ്ലിയാർ പറയുകയാണ്, ജാറങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല മക്കാമുകളുടെയും പേര് പറയുന്നുണ്ട്. CM മടവൂരിന്റെ മക്കാമും അതുപോലെ തന്നെ മമ്പറം മക്കാം, ഇങ്ങനെ കുറെ മക്കാമുകളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ലീഗിന്റെ അധീനതയിലുള്ള, ലീഗിന്റെ അണ്ടറിലുള്ള സംഘടനയുടെ കയ്യിലാണുള്ളത്, അതായത് EK സമസ്തക്കാരുടെ കയ്യിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് സാമ്പത്തിക ചൂഷണം നടക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു ടൗൺ പള്ളികളും കാന്തപുരം AP മുസ്ലിയാരുടെ കയ്യിലില്ല. മറിച്ച് ടൗണുകളിൽ 10-20 സെന്റ് വാങ്ങി അദ്ദേഹം തന്നെ നിർമ്മിച്ച, വരുമാനമില്ലാത്ത, ചെലവ് അധിക ബാധ്യതയാകുന്ന പള്ളികൾ മാത്രമേ അദ്ദേഹത്തിന്റെ കീഴിലുള്ളൂ. രണ്ടാമത്തത് മഖ്ബറകൾ. മഖ്ബറകൾ എന്ന് പറയുന്നത് ഈ സൂഫി വര്യന്മാരുടെ ദർഗകൾ, മമ്പുറം പോലെ, മടവൂര് പോലെ, മാലിക് ദിനാർ പോലെ ഇത്തരത്തിലുള്ള ദർഗകൾ ഒന്നും കാന്തപുരം AP മുസ്ലിയാരുടെ സംഘടനയുടെ കീഴിലില്ല. അതെല്ലാം ആ പിളർപ്പിന്റെ സമയത്ത് EK വിഭാഗം സമസ്തയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റുകളാണ് വഖഫ് ഭൂമികളും അതുപോലെ ദർഗകളും ഇത്തരം വരുമാന വഴികളുള്ള മതസ്ഥാപനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് സാമ്പത്തിക ചൂഷണത്തിനുള്ള അവസരങ്ങൾ ഉള്ളത്. കാന്തപുരം AP മുസ്ലിയാരുടെ മുഴുവനും ബാധ്യതകളാണ്, അങ്ങോട്ട് ചെലവഴിക്കേണ്ട ബാധ്യതയുള്ള സ്ഥാപനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ഥാപനം. കേട്ടില്ലേ സഹോദരങ്ങളെ, കാന്തപുരത്തിന്റെ കയ്യിലുള്ളൊക്കെ സാമ്പത്തികം, അതായത് എക്സ്പെൻസ് കൂടുതലുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളുമാണ്, അതിലൂടെയൊക്കെ ചെലവഴിക്കലാണ്. പക്ഷേ ജാറ വ്യവസായങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതിൽ നിന്ന് സാമ്പത്തിക ചൂഷണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ EK സമസ്തക്കാരുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചൂഷണം നടത്തുന്ന, ഈ ആത്മീയതയുടെ മറപിടിച്ച് സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളുകൾ AP സമസ്തക്കാർ തന്നെയാണ്. മുടിയുടെ പേരിൽ, അതുപോലെ തന്നെ പല മജ്‌ലിസുകളുടെ പേരിൽ, അറിവിന്നിലാവും മദനിയം സലാത്തും അങ്ങനെ തുടങ്ങിയുള്ള ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങൾ മൊത്തം AP സമസ്തക്കാരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ബായാർ സലാത്ത്, അതേപോലെ തന്നെ സ്വലാത്ത് നഗർ, ഖലീൽ ബുഖാരിയുടെ, അങ്ങനെ പല സ്വലാത്ത് നഗറുകളും മജ്‌ലിസുകളും ബുർദ മജ്‌ലിസുകളും ഒക്കെ നടത്തുന്നത്, കുത്താറാത്തിബ് നടത്തുന്നത്, ഷാദിരി DJ നടത്തുന്നത് ഒക്കെ ആരാണ്? AP സമസ്തക്കാർ തന്നെയാണ്. ഇങ്ങനെ സാമ്പത്തിക ചൂഷണം നടത്താനുള്ള എല്ലാ മേഖലകളും അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് കുറെ ചെലവാക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അതിലൂടെയും സാമ്പത്തിക ചൂഷണം തന്നെയാണ് ഈ പറയുന്ന കാന്തപുരം AP മുസ്ലിയാർ ചെയ്യുന്നത്. ഒരുപാട് അറബികളെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഒക്കെ വലിയ രീതിയിൽ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. മുടിയുടെ പേരിൽ, മുടിപ്പള്ളിയുടെ പേരിൽ ഒക്കെ ഇദ്ദേഹം നടത്തിയ സാമ്പത്തിക ചൂഷണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ യത്തീം മക്കളുടെ വിഷയത്തിൽ എല്ലാം ഇവരുടെ കൂടെ ഉള്ള ആളുകൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇവരുടെ കൂടെയുള്ള ഇയാളുടെ കാന്തപുരം AP മുസ്ലിയാരുടെ ശിഷ്യന്മാര് തന്നെ പറഞ്ഞതാണ്, കൂടെ കിടന്നവനെയാണല്ലോ രാപ്പനി അറിയുക, കാന്തപുരത്തിന്റെ സ്വഭാവം എന്താണ് എന്നും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ആളുകളെ പറ്റിക്കുന്നത് എന്നൊക്കെ കൃത്യമായി അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ അവരുടെ കൂടാരത്തിൽ നിന്ന് വിട്ടതിന് ശേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കാന്തപുരം ഷിയാക്കളുമായി വലിയ ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം എന്തൊക്കെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാന്തപുരവും കാന്തപുരത്തിന്റെ അനുയായികളും സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊന്നും മുസ്ലിയാരെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. റഹ്മത്തുള്ള കാസിമിയുടെ ഒരു സംസാരമുണ്ട്, അതൊന്നും നമുക്കൊന്ന് കേൾക്കാം. ഇതിലെല്ലാരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്.
കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഖോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നിട്ട് വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടണ്ടടാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ കൊണ്ടോട്ടി നേർച്ച നടത്തരുതെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ചത് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. നടത്തുന്നില്ല എപ്പോഴും. ഈ കൊണ്ടോട്ടിയിൽ നേർച്ചയിലെ പൂരാണ്, അതിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ച എന്റെ കണ്ണിൽ കാണുന്നു. 983 എന്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി ഓടുക. ഞാൻ കൊണ്ടോട്ടി കൂടങ്ങാട് ഓടുക. ആ കാലത്ത് ശംസുൽ ഉലമ ഇത് നിർത്തണം എന്ന് പ്രസംഗിച്ച എന്റെ ഓർമ്മ ഉണ്ട്. ആര് നിർത്തി? ആര് നിർത്തും? ആരാ നിർത്തുക? ആരാതിന്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ? കച്ചവടക്കാർ. ഇങ്ങനെയുള്ള കുറെ നുണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടു പോയ ആധുനിക മുസ്ലിമീങ്ങൾ. ഇത് വളരെ ചിന്തിക്കേണ്ടതാ. പട്ടാമ്പിയർ നേർച്ചുണ്ട്. ആരാ? അഡ്വക്കേറ്റ് ഉദയഭാനു ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ചെയർമാൻ. പേരെന്താ? നേർച്ച ഹറാമല്ലേ അവിടെ നടക്കണം? പെണ്ണും ആണും ഇടകലർന്ന് ഏത് കാര്യത്തിന്റെ പേരില, എന്ത് കാര്യത്തിന്റെ പേരില ഇടകലരാൻ പറ്റുക? വളരെ മനുഷ്യൻ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ, ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളും മഹാന്മാരായ മഖ്ദൂം തങ്ങളും ആ മഖബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. അതിന് മാത്രം അദ്ദേഹം വ്യക്തമായി ഇവിടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തുള്ളാഹി ഖാസിമി, നിങ്ങൾ സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളുകൾ തന്നെയാണ്. ഇനി ഈ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മകൻ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പിരിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന കുറെ തട്ടിപ്പുകൾ ഉണ്ടല്ലോ, ലേലം വിളിച്ചും അല്ലാതെയും ഒക്കെ. ഓരോ സ്ഥലത്ത് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, നല്ല പിരിവ് വേണം. എന്താ പറഞ്ഞത്? നല്ല പിരിവ് വേണം. ഞാൻ പറഞ്ഞു, സദസ്സിൽ നല്ല തരാൻ ആളുകളുണ്ട്, എനിക്കെന്താ ചോദിക്കുന്നത്? നമുക്ക് എന്തോ ചെലവുണ്ടോ? ഞാൻ ചോദിക്കാതെ. അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങനെ വേണ്ട, ചോദിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ 4-5 ആളുകൾ റെഡിയാ, ഞങ്ങൾ 10,000, 20,000, 50,000 ഒക്കെ അങ്ങ് പറയൂ. തന്നാ ഞങ്ങൾ തരൂലട്ടോ. പറയും, ഞങ്ങളങ്ങ് പറയും സദസ്സിൽ നിന്ന്. അതൊരു പ്രചോദനമായിക്കോട്ടെ ഉസ്താദേ. ഞങ്ങൾക്കൊരു നല്ല സദസ്സിന്റെ ഇടയിൽ വലിയ പൈസ കൊടുക്കുന്ന ആളുകളാകാനും പറ്റും, നിങ്ങൾക്ക് പൈസ കിട്ടാനും കാരണം. ഞാൻ പറഞ്ഞു, എന്നെ അതിന് നോക്കണ്ട, ഞാൻ പേരോടിന്റെ മോനാണ്, എന്നെ അതിന് നോക്കണ്ട. അപ്പൊ ഇയാളെ മറുപടി, ഞങ്ങളെ സ്വന്തത്തിൽ ഉണ്ടാക്കിയതല്ല, ഞങ്ങളെ നാട്ടിൽ വയലിന് വന്നൊരു മുസ്ലിയേരി ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാ, നിങ്ങളെ തരണമെന്നില്ല. വയലിന് വന്ന മൊയ്ലിയാര് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങളെ തരണമെന്നില്ല. വയലിന്റെ സദസ്സിൽ ജോറായിട്ട് തുടക്കത്തിൽ 50,000 പറഞ്ഞു തുടങ്ങിക്കോ, 1 ലക്ഷം പറഞ്ഞു തുടങ്ങിക്കോ. പിന്നെ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ല, സദസ്സിൽ നിന്ന് ആളുകളങ്ങ് കുറെ അങ്ങ് തരും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊരുത്തപ്പെടണം. അപ്പൊ ആര് പഠിപ്പിച്ചു കൊടുത്തതാ?
പറയാൻ വന്ന മൊയ്ലിയേരി അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അവര് പേര് പറയാൻ നോക്കി. ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് പറയരുത്, ബുദ്ധിമുട്ടിക്കരുത്, ദയവ് ചെയ്തിട്ട് പറയരുത്. കാരണം അയാൾ അറിഞ്ഞതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് കിട്ടിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് ഞാൻ എവിടെയും പറയാനില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് ഞാൻ അയാളെ കാണുമ്പോ എന്റെ മനസ്സിലേക്ക് അത് ഓർമ്മ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെയില്ലേ ചില ആളുകള്. ഇതൊന്നുമല്ല കറാമത്ത്. ചില ആളുകൾ മനസ്സിലാക്കി ഇതാണ് കറാമത്ത് എന്നാണ്. ചിലര് മനസ്സിലാക്കിയത് ഇങ്ങനെ അത്ഭുതം കാണിക്കലാണ് കറാമത്ത് എന്നാണ്. വലിയ പിരിവ് കിട്ടുന്ന സഹസായ വലിയ കറാമത്തുള്ള മൊയ്ലിയാരെ അങ്ങനെയാണോ? അല്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. അതുപോലെ ഫോണിൽ വിളിച്ച് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കയറി ചെല്ലുമ്പോ തന്നെ കയറി വരുമ്പോ തന്നെ എന്തൊക്കെയാണ് ആചാര്യ വിശേഷം? വീട്ടിൽ ഭയങ്കര പ്രയാസം അല്ലേ? വീട്ടിൽ ഭയങ്കര വിഷമാണ്. തുടങ്ങിയിട്ട് ഒരു കൊല്ലയായിട്ടുള്ളൂ. ഭയങ്കര പറച്ചിലാണ്ട്. മൊയ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാരടുക്കലേക്ക് അയച്ചൊരു ചങ്ങാതിയുണ്ട്. അയാൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ അവസ്ഥ. അപ്പൊ മൊയ്ലിയാർക്കൊന്ന് കറാമത്ത് കാണിക്കണം. വീട്ടിലേക്ക് വരുമ്പോ അയ്യാരോട് ചോദിക്കാണ്, ഒരു കൊല്ലായില്ലേ, ഭയങ്കര വിഷമാ അല്ലേ, മോളെ കാര്യം വലിയ ബേജാറല്ലേ, ടെൻഷനാകണ്ട. ഇങ്ങനെ പറയുന്ന ചില ഔലിയാക്കളില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ബലിയാണ് എന്ന് വിചാരിച്ച് ഉമ്മമാരെ അത്തരം ആളുകളെ സദസ്സിലേക്ക് പോയി ഇരുന്നുള്ള ഈമാനും നശിപ്പിക്കാൻ പാടില്ല. പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള സമയമില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രാർത്ഥനാ സദസ്സ് എന്ന് പറഞ്ഞിട്ട് സദസ്സ് ഉണ്ടാക്കുന്നത് തന്നെ സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടിയാണ്. വയലു എന്ന പേരിൽ നടത്തുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, 3, 4, 5, 6, 7 ദിവസങ്ങളിലൊക്കെ ആയി വെക്കുന്ന, അതിലൂടെയും നിങ്ങളെ ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക ചൂഷണം തന്നെയാണ്. മനസ്സിലായല്ലോ? ജനങ്ങളോട് നേർക്ക് നേരെ പിരിവ് ചോദിച്ചാൽ പോരെ, വളഞ്ഞു പരിപാടി എന്തിനാ നടത്തുന്നത്? അവിടെ ഒരു പ്രാർത്ഥനാ സദസ്സ് ഉണ്ടാക്കും, അവിടെ ഒരു പച്ചശാലിട്ട മുസ്ലിയാരെ കൊണ്ടുവരും, എന്നിട്ട് അവർ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനാ സദസ്സുകൾ ഉണ്ടാക്കും, ഇല്ല ഹളറത്തിലേക്ക് മൊത്തം നേർച്ചയാക്കും, ഇങ്ങനെ പലതും ചെയ്യിപ്പിക്കും. എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങളൊരു രംഗം കണ്ടോ? ഒരു മുസ്ലിയാർ പറയുന്നത് 3313 രൂപ. എന്തിനി? നിങ്ങൾ കേട്ടു നോക്കൂ. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഉമ്മാനെ ഓർത്തവരാരോ വാപ്പാനെ ഓർത്തവരാരോ ആ ഉമ്മാക്കും വാപ്പാക്കും ദുആ ചെയ്യണേ എന്ന മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മയെ ഓർത്തവർ വാപ്പയെ ഓർത്തവർ ഈ സദസ്സിൽ ഉമ്മാക്ക് ദുആ ചെയ്യണം വാപ്പാക്ക് ദുആ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആരാണ്? ഒരാളൊന്ന് കൈപൊക്കിയിട്ട് 3313 രൂപ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ദുആ ചെയ്യാൻ ഞാൻ നൽകാം ഉസ്താദ് എന്ന് പറയാ. അല്ലാഹു അക്ബർ. ഒരു സുഹൃത്ത്, രണ്ടാമതൊരാള്, മൂന്നാമതൊരാള്, നാലാമതൊരാള്. അല്ലാഹ് സ്വീകരിക്കട്ടെ. അഞ്ചാമതാരാ പറയാ? 3313 നമ്മുടെ അധ്യക്ഷനും അൽഹംദുലില്ലാഹ് അല്ലാഹ് കബൂലാക്കട്ടെ. ആറാമതാരാ പറയാ? ആറാമത് മറ്റൊരു ചെറുപ്പക്കാരൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏഴാമതാരാ? 7 മറ്റൊരു മാന്യ വ്യക്തിത്വം. എട്ടാമതാരാ പറയാ? ഞാനും 3313 രൂപ എന്റെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ് എട്ടാമതൊരു മാന്യ വ്യക്തിത്വം. ഒമ്പതാമത് അൽഹംദുലില്ലാഹ് ഒരു ഉസ്താദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പത്താമതാരാ പറയാ? 3313 അൽഹംദുലില്ലാഹ് പത്താമതൊരാൾ. 11ാമത് 12ാമത് സ്വീകരിക്കണം. അല്ലാഹ് ഖൈർ പ്രദാനം ചെയ്യണം. അല്ലാഹ് ഈ ചെയ്യുന്ന സദഖയുടെ നന്മ ഉമ്മാക്കും വാപ്പാക്കും നന്മ വർധനവോടെ നൽകണം റഹ്മാനെ. ബിഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12ാമതാരാ പറയാ? ഞാനും എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു 3313 രൂപ ഈ സംഘാടകർ ഏൽപ്പിക്കാം. 12ാമത് അല്ലാഹു സ്വീകരിക്കട്ടെ. 13ാമതാരാ? ഒന്ന് കൈപ്പൊക്ക. 13ാമത് ഞാനും എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യാൻ വാപ്പാക്ക് ദുആ ചെയ്യാൻ. 13 മാഷാ അല്ലാഹ്. 14 അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹ് നിങ്ങളുടെ കണ്ണ് നിറയുന്നത് ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിച്ചു. ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ നന്മ അല്ലാഹു നൽകട്ടെ. ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ നന്മ അല്ലാഹു നൽകട്ടെ. ഇപ്പൊ എത്രയായത്? 13 എത്ര പറഞ്ഞു? നിങ്ങളത് എത്ര പറഞ്ഞു? 13. 14ാമതാരാ? 14 ഇവിടെ പറഞ്ഞു. 15ാമതാരാ? 15 ഉണ്ടോ? 3313. ഈ 313 ലക്ഷധാരികള് മഹാന്മാരായ ബദരീങ്ങളുടെ എണ്ണ 313. അതുകൊണ്ട് 3313. 14 മാഷാ അല്ലാഹ്. സഹോദരന്മാരുടെ ഭാഗത്ത് ആരാണ് ഏറ്റെടുക്കുന്നത്? നമ്മുടെ മദ്രസയിലെ മുതിർന്ന കുട്ടികൾ അവിടെ ഉണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഈ രീതിയിൽ പിരിവ് നടത്തുന്ന എത്ര വീഡിയോകളുണ്ട്, ഒരുപാട് വീഡിയോകളുണ്ട്. ഖലീൽ ബുഖാരിയുടെ സലാത്ത് നഗറിനെ കുറിച്ച് പറയുന്നത്,
അതുപോലെ തന്നെ ബായാർ തങ്ങളുടെ സലാത്ത് നഗറിനെ കുറിച്ച്, പ്രാർത്ഥനാ സദസ്സിനെ കുറിച്ച്, ആത്മീയ മജ്‌ലിസിനെ കുറിച്ച്, അറിവിൻ നിലാവും മദനിയം സലാത്തും ഒക്കെ ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ എന്നൊക്കെ പറഞ്ഞു കണ്ട് സകല പേയും എന്തിനാ ഇളക്കി വിട്ടത്? എന്തിനാണ് അവിടെ എഴുതി കാണിക്കുന്നത്? സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ അനവധി നിരവധി തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പുരോഹിതന്മാർ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തിക ചൂഷണമല്ലാതെ മറ്റെന്താണ്? സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.